ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് വി എസ് കോഡിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എ പി ഐ ഫെച്ചിങ് എക്സ്റ്റൻഷൻ നോക്കാം. അപ്പോൾ ആ ഒരു എക്സ്റ്റൻഷൻ്റെ പേര് തണ്ടർ ക്ലയൻ്റ് എന്നാണ്. ആ ഒരു തണ്ടർ ക്ലയൻ്റ് വെച്ച് എങ്ങനെയാണ് എ പി ഐ ബാക്കെൻഡിൽ നിന്നുള്ളതോ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സെർവറിൻ്റെയോ ബാക്കെൻഡിൻ്റെയോ എ പി ഐ നമുക്ക് ഫ്രണ്ട് എൻഡിലോ ബ്രൗസറിലോ പോയി ചെക്ക് ചെയ്ത് നോക്കാതെ നമുക്ക് ഈ വി എസ് കോഡിൽ തന്നെ ജസ്റ്റ് ആ ഒരു എ പി ഐ ഫെച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്റ്റൻഷനാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതിന് നമുക്ക് വി എസ് കോഡിൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ എക്സ്റ്റൻഷൻ കാറ്റഗറിയിൽ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ തണ്ടർ ക്ലയൻ്റ് എന്ന് സെർച്ച് ചെയ്യാം. ഈ ഫസ്റ്റ് കാണുന്ന ഈ തണ്ടർ ക്ലയൻ്റ് എന്ന് പറയുന്ന ഈ ഒരു എക്സ്റ്റൻഷനാണ് നമ്മളിന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. നിങ്ങളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇൻസ്റ്റാൾ എന്ന് കാണിക്കും. സോ അപ്പോൾ നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെയിൻ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബാക്ക് എൻഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡാറ്റാബേസായിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഡാറ്റാബേസുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് എൻഡ് നമുക്ക് റൺ ചെയ്യാതെ എ പി ഐസ് എല്ലാം വർക്ക് ആവുന്നുണ്ടോ, ഗെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഫെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഫെച്ച് അല്ല പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഗെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മാനുവലി അങ്ങനെ ചെയ്യാതെ നമുക്ക് ഈ എക്സ്റ്റൻഷൻ വഴി ചെയ്യാവുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. സോ എന്താണ് അതിൻ്റെ റെസ്പോൺസ് എന്നുള്ളത് നമുക്ക് അതൊരു ഔട്ട്പുട്ട് പോലെ നമുക്ക് കിട്ടുന്നതാണ് ഈ ഒരു വേറൊരു ടാബിൽ. സോ നമുക്കതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഇവിടെ ഈ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു കൺട്രോൾ പാനലിൽ തണ്ടർ ക്ലയൻ്റ് എന്ന് പറയുന്ന ഒരു ലോഗോ കാണാം. അപ്പോൾ ആ ലോഗോ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഇതുപോലൊരു തണ്ടർ ക്ലയൻറ്റിൻ്റെ ഒരു ചെറിയ ഒരു UI ഓപ്പണായി വരുന്നത് കാണാം. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ആണ് നമ്മൾ ഈ ഒരു ന്യൂ റിക്വസ്റ്റിലാണ് നമുക്ക് ഏതാണോ എ പി ഐ ഫെച്ച് ചെയ്ത് നോക്കാനുള്ളത്, അല്ലെങ്കിൽ നമുക്ക് പോസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ ഗെറ്റ് ചെയ്യാനോ ഉള്ള ആ ഒരു എ പി ഐ നമ്മൾ ഈ ഒരു ന്യൂ റിക്വസ്റ്റ് വഴിയാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ടും ഫ്രണ്ട് എൻഡ് ക്രിയേറ്റ് ചെയ്യാതെ തന്നെ ബാക്ക് എൻഡിൽ നിന്ന് തന്നെ ഒരു ഡാറ്റാബേസായിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു എ പി ഐ വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്റ്റൻഷനാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഈ ലെഫ്റ്റ് പാനലിൽ കാണുന്ന ഈ ഒരു ന്യൂ റിക്വസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആ ഒരു സ്വിച്ച് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ രണ്ട് ഇൻ്റർഫേസ് കാണും. ഇവിടെ ഇവിടെയാണ് നമ്മൾ ഗെറ്റ്, പോസ്റ്റ്, പുട്ട് അങ്ങനെയുള്ള റെസ്പോൺസൊക്കെ കൊടുക്കുന്ന ആ ഒരു URL കൊടുക്കേണ്ട സ്ഥലമാണിത്. ഇവിടെയാണ് നമുക്ക് റെസ്പോൺസ് കാണാൻ പറ്റുന്നത്. ഈ ഒരു റെസ്പോൺസ് നമുക്ക് നമ്മളിവിടെ എന്താണോ കൊടുക്കുന്നത് ആ ഒരു റെസ്പോൺസ് ആയിരിക്കും നമുക്കിവിടെ കിട്ടുക. അപ്പോൾ മെയിനായിട്ടും ഇപ്പോൾ ഞാനൊരു ബാക്ക് എൻഡ് ഒന്നും റൺ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഓൺലൈനായിട്ട് കിട്ടുന്ന ഒരു സാധാരണ ഒരു ഡിഫോൾട്ടായിട്ട് നെറ്റിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റുന്ന ടൈപ്പിൽ ഒരു JSON പ്ലേസ് ഹോൾഡർ ഉണ്ട്. ആ ഒരു പ്ലേസ് ഹോൾഡർ നമുക്ക് ഇവിടെ ഒരു URL പോലെ ജസ്റ്റ് നമുക്കൊരു എക്സാമ്പിളിന് വേണ്ടി നോക്കാം. അപ്പോൾ നമുക്കിതുപോലെ ക്രോം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഒരു JSON പ്ലേസ് ഹോൾഡർ എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പ്ലേസ് ഹോൾഡറൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ പോസ്റ്റും കമൻസ് അല്ലെങ്കിൽ ആൽബംസ് ഇതിലെന്താണ് ഇത് ചുമ്മാ ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു JSON പ്ലേസ് ഹോൾഡറാണ് ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് കിട്ടുന്നത്. സോ ഈ ഒരു പോസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ ഒരുപാട് പോസ്റ്റുകൾ നമുക്ക് കാണാം. ഇത്രത്തോളം പോസ്റ്റുകൾ നമുക്ക് ഈ ഒരു API വഴി നമുക്ക് ഇത് API ജസ്റ്റ് വർക്ക് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ടെക്നിക്കാണ്. ഓക്കെ, സോ നിങ്ങൾക്കിത് ശരിക്കുമുള്ള നിങ്ങൾ ചെയ്യുന്ന ആ ഒരു ബാക്ക് എൻഡിലോ സെർവറിലോ കണക്ട് ചെയ്തേക്കുന്ന ആ ഒരു API വെച്ച് നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഈ സെയിം രീതിയിൽ. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ഇതിൻ്റെ തന്നെ ഇത് കോപ്പി ചെയ്യാം. ഇവിടുന്ന് ഈ ഒരു URL കോപ്പി ചെയ്തിട്ട് നമ്മൾ നേരെ VS കോഡിൽ വന്നു ഈ ഒരു
URL പേസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ URL ടൈപ്പ് ചെയ്യാനുള്ള ഈ ഒരു ബോക്സിൽ നമുക്ക് ഇത് പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറേ ഓപ്ഷനുകളുണ്ട്. ഈ ഒരു ഓപ്ഷനുകൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഹെഡർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നമുക്കിപ്പോൾ ഒരു കണ്ടന്റ് ടൈപ്പ് ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടന്റ് ടൈപ്പ് ഒക്കെ ആഡ് ചെയ്താൽ ഇവിടെ ആപ്ലിക്കേഷൻ നമുക്കൊരു JSON-ലാണ് നമുക്ക് ഈ ഒരു റെസ്പോൺസ് കിട്ടേണ്ടത്. ഇവിടെ നമുക്ക് റെസ്പോൺസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു JSON അറേയിൽ അതിന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇത് ഡിഫോൾട്ടായിട്ട് ഇങ്ങനെ തന്നെയാണ്. സോ നമുക്ക് കൂടുതലായിട്ട് ഇത് വേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബോഡിയോ അല്ലെങ്കിൽ ഹെഡറോ അങ്ങനെയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഗെറ്റ് ചെയ്യാനായിട്ട് ഇതിനകത്തുനിന്ന് ജസ്റ്റ് ഈ ഒരു ബട്ടൺ ഞെക്കുക, അതായത് ഈ ഒരു സെൻഡ് ബട്ടൺ ഞെക്കി കഴിയുമ്പോൾ ഇതാകും. പക്ഷേ നമുക്കിപ്പോൾ ഇതിനകത്തുനിന്ന് എന്താ നമുക്ക് ഗെറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്കൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അതായത് നമുക്കൊരു യൂസേഴ്സിൻ്റെ പേര് നോക്കാം. അതായത് നമുക്ക് യൂസേഴ്സിനെ ഇവിടെ ഗെറ്റ് ചെയ്തെടുക്കാം. അതായത് ഈ ഒരു API വർക്ക് ആവുന്നുണ്ടോ എന്ന് ഈ ഒരു ടെക്സ്റ്റ് ഏരിയയിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു കണ്ടോ ഈ ഒരു ID കാണാൻ പറ്റും. ഈ ഒരു യൂസറിൻ്റെ ഡാറ്റ നമുക്ക് ഈ സെയിം യൂസറിൻ്റെ ഡാറ്റ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അതായത് ഈ യൂസറിൻ്റെ ഇവിടെ നമ്മൾ യൂസേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ ഈ സെയിം യൂസറിൻ്റെ ഡാറ്റ നമുക്ക് കിട്ടും. അതായത് നമ്മളെ ബാക്ക് എൻഡിലോ ഫ്രണ്ട് എൻഡിലോ എവിടെയെങ്കിലും ബാക്ക് എൻഡ് റൺ ആവുന്ന ഈ ഒരു ഡാറ്റ നമുക്ക് API വർക്കാണോ അല്ലയോ എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് API ഗെറ്റ് ഫംഗ്ഷൻ വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇവിടെ ഗെറ്റ് ചെയ്യാനാണെങ്കിൽ ഇവിടെ ഗെറ്റ് ആണെന്ന് തന്നെ ഉറപ്പ് വരുത്തണം. എന്നിട്ട് വേണം നമുക്ക് ഇത് സെൻഡ് ചെയ്ത് റെസ്പോൺസ് വരുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് പോസ്റ്റ് നോക്കാം. ഓക്കെ, പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതി നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡാറ്റ ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡാറ്റ നമുക്ക് വേണം. ഓക്കെ, അപ്പം നമുക്ക് ഇതുപോലെ ഈ ഒരു ബോഡി എടുക്കുക. അതായത് ഈ ഒരു ഗെറ്റിൻ്റെ ഓപ്ഷനിൽ നമുക്ക് പോസ്റ്റ് ആക്കാം. നമുക്ക് ഇനിയിപ്പം ഫെച്ച് ചെയ്തെടുക്കാനുള്ള മീൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഡാറ്റയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഇപ്പോൾ ഗെറ്റ് നമ്മൾ URL പേസ്റ്റ് ചെയ്ത ആ സ്ഥലത്ത് നമുക്ക് ഇതാക്കാം. ബോഡിയിൽ നമുക്ക് ഒരു JSON അല്ലെങ്കിൽ ഒരു JSON അറേ നമുക്ക് കൊടുക്കാം. അതായത് ഒരു പാരാൻതസിസ് ഓപ്പൺ ആക്കുക, താഴെ വരിക, എന്നിട്ട് ഒരു ടൈറ്റിൽ കൊടുക്കാം. എന്നിട്ട് വേറൊരു അതിൻ്റെ ടൈറ്റിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു കൺട്രോൾ ക്ലയൻറ്റ് എന്ന് തന്നെ കൊടുക്കാം. ഒരു കോമ ഇടാം. താഴെ വേറെ ഒരു ഡാറ്റ എന്ന് പറയുമ്പോൾ ബോഡിയിൽ നമുക്ക് ഇതുപോലെ ഇപ്പം എന്തെങ്കിലും ജസ്റ്റ് ഒരു മെസ്സേജ് കൊടുക്കാം. ടെസ്റ്റിംഗ് ബൈ സാഡെന്ന് കൊടുക്കാം. ഓക്കെ, അടുത്ത ഒരു കോമ ഇട്ടിട്ട് താഴെ നമുക്കൊരു യൂസർ ID വേണം. അതായത് നമ്മളിപ്പോൾ ഒരു യൂസറിനെയാണ് ഇവിടെ പോസ്റ്റാണ് നമ്മൾ, അതായത് ഇപ്പോൾ ഒരു യൂസറിൻ്റെ ഐഡിയിലേക്ക് ഒരു പോസ്റ്റാണ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, യൂസർ ID എന്നുള്ള ഒരു ഇത്, പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് ഒരു യൂസർ ID നമുക്കൊന്ന് കൊടുക്കാം. സിമ്പിൾ ഒന്ന് കൊടുക്കുന്നു, താഴെ ഓട്ടോമാറ്റിക്കായിട്ടത് ഇവിടെ കോമ കൊടുക്കരുത്. കോമ കൊടുത്താൽ എററായി പോവും. അതൊക്കെ അറിയാമായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നു, ഇവിടെ നമ്മൾ പോസ്റ്റ് ആക്കും. അതായത് നമ്മളിപ്പോൾ ഒരു പോസ്റ്റാണ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് റെസ്പോൺസ് വരാൻ നോക്കാം. കേട്ടോ, ഇവിടെ നമുക്കിപ്പോൾ റെസ്പോൺസ് ഈ ഒരു APIയും വർക്കിംഗ് ആണെന്ന് നമുക്ക് ഈ ഒരു
റെസ്പോൺസ് കണ്ടപ്പോഴത്തേക്കും മനസ്സിലാവും. അതായത് ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ടില്ലേ, നേരത്തെ കാണിച്ചതിൽ 200 ഓക്കെ എന്നായിരുന്നു അവിടുത്തെ സ്റ്റാറ്റസ്. ഇപ്പോൾ കാണുന്നത് 201 ക്രിയേറ്റഡ് എന്നാണ്. ഓക്കെ, അതായത് ക്രിയേറ്റഡ് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ ഡാറ്റ, അതായത് ഡാറ്റാബേസിൽ പോയിട്ട് പോസ്റ്റ് എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാം, ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഒരു ഈ ID എന്ന് പറയുന്ന 101 എന്ന് പറയുന്ന ഈ ഒരു ID കിടക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ടും 100 യൂസേഴ്സ് ഓൾറെഡി ആ ഒരു ഡാറ്റാബേസിലുണ്ട്. അപ്പോൾ അടുത്ത ഒരു യൂസറായിട്ടാണ് നമ്മളിപ്പോൾ ഈ പോസ്റ്റ് ചെയ്ത ഈ ഒരു ഡാറ്റ നമുക്ക് അടുത്തൊരു യൂസറിൻ്റെ പേരിലാണ് അവിടെ സ്റ്റോർ ആവുക. അപ്പോൾ 101ാമത്തെ ആളുടെ പേരിലാണ് അത് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ 99 ഉണ്ട്, 100 വരെയുള്ള ഈ ഒരു ആളുടെ, അതായത് ഈ ഒരു 100 വരെയുള്ള ആളാണ് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഡാറ്റാബേസിൽ ഉണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ആഡ് ചെയ്തത് 101ാമത്തെ ആളാണ്. ഓക്കെ, സോ അപ്പം നമ്മളിപ്പോൾ പോസ്റ്റുകൾ ഇപ്പോൾ കാണിച്ച ഈ ഒരു ആ രീതിയിലാണ് നമ്മളിപ്പോൾ പോസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഇത് എന്താ അവരുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കുമെന്ന് ഇപ്പോൾ കാണാം. പിന്നെ ഉള്ളത് ഇനിയിപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്തതെന്നൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്. സോ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റാറ്റസ് കോഡിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ജസ്റ്റ് നോക്കാം. അതായത് സ്റ്റാറ്റസ് കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 200 ഉണ്ട്, 201 ഉണ്ട്, 400 ഉണ്ട്, 401 ഉണ്ട്, 404 എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. 4 നോട്ട് ഫൗണ്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു പേജ് വരുന്നത് 404 എറർ വരുമ്പോഴാണ്. പിന്നെ 500 ഇന്റേണൽ സെർവറോ ബാക്കെൻഡിൻ്റെ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലമോ എററോ വരുമ്പോഴാണ്. അതൊക്കെ അത് നമുക്കൊരു സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്കതങ്ങനെ ഈ എറർ കോഡുകളൊക്കെ എന്താണെന്ന് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതായത് ഈ ഗെറ്റും പോസ്റ്റും ആണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യാറ്. പിന്നെ ഡിലീറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാറുണ്ട്. ബാക്കി ഈ പറയുന്ന എല്ലാ സംഭവവും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ബട്ട് മെയിനായിട്ടും API ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഈ ഒരു പോസ്റ്റും ഗെറ്റും മാത്രമേ ഉപയോഗിച്ച് കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം പോലെ, അതായത് നിങ്ങളിപ്പോൾ സപ്പോസ് നിങ്ങളൊരു ബാക്കെൻഡ് സെർവർ അല്ലെങ്കിൽ ബാക്കെൻഡ് റൺ ചെയ്തു, ആ ഡാറ്റാബേസായിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഒരു യൂസറിൻ്റെ ഡാറ്റയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു യൂസറിൻ്റെ ഡാറ്റ നമുക്കിപ്പം ബാക്കെൻഡിൽ നമ്മളത് റൺ ചെയ്തു, പക്ഷേ നമ്മളത് റൺ ചെയ്ത ആ ഒരു സംഭവം നമുക്കത് ഒരു ഡിസ്പ്ലേയിൽ കാണണമെന്നുണ്ടെങ്കിൽ, വിഷ്വലി നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ അത് API വർക്കാണോ എന്നറിയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫ്രണ്ട് എൻഡിൻ്റെ ആ ഒരു API ഫെച്ച് ചെയ്ത് അതിൻ്റെ റെസ്പോൺസ് ഔട്ട്പുട്ടായിട്ട് കാണിച്ചാലേ പറ്റത്തുള്ളൂ. പക്ഷെ ഇതിപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് നമുക്കൊരു സാവകാശമില്ലാത്ത സമയത്ത് നമുക്കിതുപോലെ ഈ ഒരു രീതിയിൽ നമുക്കിത് ചെയ്യാം. അതായത് ഈ പോസ്റ്റ്മാനൊക്കെ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ്. പോസ്റ്റ്മാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ സൈനും അങ്ങനെയുള്ള കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് തണ്ടർ ക്ലയൻ്റ് ആകുമ്പോഴത്തേക്കും ഈ ഒരു VS കോഡിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷനാണ്. അതുകൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു രീതിയിൽ API ഗെറ്റും പോസ്റ്റും എല്ലാ റെസ്പോൺസും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിതുപോലെ നമ്മളിപ്പോൾ ഏത് ബാക്കെൻഡിൻ്റെ ഏത് API ഇവിടെ പേസ്റ്റ് ചെയ്ത് സെൻഡ് ചെയ്ത് നോക്കിയാലും അത് വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഡാറ്റാബേസിൻ്റെ കണക്ഷനും ബാക്കെൻഡും എല്ലാം റണ്ണിങ് ആണ് എന്നുള്ള ആ ഒരു കണക്ഷനൊക്കെ ഒന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഈ ഒരു API വെച്ച് ഈ ഒരു URL വെച്ചിട്ട് ഈ ഒരു റെസ്പോൺസ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാറ്റസ് കോഡിൻ്റെ ഈ എറർ സ്റ്റാറ്റസ് കോഡിൻ്റെ കാര്യങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് എന്തായാലും പറയാം. ഓക്കെ, അപ്പം ഇതിപ്പോൾ നിങ്ങൾ ഇതാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണെന്ന് ചോദിച്ചാൽ, ഒരു ബിഗിനർ ആണെന്നുള്ള രീതിയിൽ ഒരു പ്രൊജക്റ്റൊക്കെ ചെയ്ത് പഠിക്കാൻ, ഇപ്പോൾ ജാങ്കോയിലോ ഫ്ലാസ്കിലോ അല്ലെങ്കിൽ Node.js ആണെങ്കിലും ഏതെങ്കിലും ഒരു ബാക്കെൻഡ് സെർവർ വെച്ചിട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു, ഇപ്പോൾ ഡാറ്റാബേസ് ഒരു MySQL അല്ലെങ്കിൽ PostgreSQL അങ്ങനെയൊക്കെ ഉള്ള ഏതെങ്കിലും ഒരു രീതിയിൽ ബാക്കെൻഡ് ചെയ്ത് പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഫ്രണ്ട് എൻഡും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് API ഒക്കെ ചെക്ക് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ആ ഫ്രണ്ട് എൻഡ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ ഈ സംഭവം വർക്കായില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കോഡ് മൊത്തത്തിൽ മൈഗ്രേഷനും എല്ലാ കാര്യങ്ങളും വീണ്ടും ചെയ്യേണ്ടി വരും. അങ്ങനെ കുറേ എറർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ
നമ്മുടെ URL ആ ഒരു API നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് റെസ്പോൺസും കാണാൻ പറ്റും, എററും കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ യൂസേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഇതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നമ്മളിവിടെ ഗെറ്റ് യൂസേഴ്സിൻ്റെ ഈ ഒരു ഡാറ്റ നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ നമുക്ക് എറർ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു എറർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ആ ഒരു റാൻഡം നമ്പർ ഞാൻ കൊടുത്തു. പക്ഷേ റാൻഡം നമ്പർ കൊടുത്താൽ ഇവിടെ 404 നോട്ട് ഫൗണ്ട് എന്ന് കാണിക്കും. അതായത് ഇത് ഡിഫോൾട്ടായിട്ടും 10 വരെയുള്ള 10 താഴെയുള്ള ഒരു കൗണ്ട് വരെ അതാണ് ഈ ഒരു യൂസറിൻ്റെ ഡാറ്റ കാണിക്കാനുള്ള ഓതറൈസേഷൻ ഉള്ളൂ. സോ അതുകൊണ്ട് അങ്ങനെ കാണിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഒരു യൂസർ ഒരു 4 കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ 4ൻ്റെ ആ ഒരു യൂസർ, അതായത് ID 4 ആയിട്ടുള്ള ആ ഒരു യൂസറിനെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് ഇത് അവരുടെ ആ ഒരു ഡാറ്റാബേസിലുള്ള ആ ഒരു ഫേക്ക് ഡാറ്റയും അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള ഒരു അങ്ങനെ ആളെ കുറിച്ചുള്ള ഒരു ഫേക്ക് ഡാറ്റയാണ് ഈ കാണിക്കുന്നതെല്ലാം. അപ്പോൾ അങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു APIയും സംഭവങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ചെറിയൊരു ഡൗട്ട് തീർക്കുന്ന രീതിയിലുള്ള വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. കോഡിങ് ആരെങ്കിലും നിങ്ങൾക്ക് പഠിക്കുന്ന ഫ്രണ്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് റെഫർ ചെയ്ത് കൊടുക്കാം, ഷെയർ ചെയ്ത് കൊടുക്കാം, എങ്ങനെ വേണേലും കൊടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ ഈ ഒരു എറർ സ്റ്റാറ്റസ് കോഡുകളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.